AWM ഫാസ്റ്റ് സ്നൈപ്പിംഗ് വീഡിയോ ആയിട്ടാണ് നമ്മളുള്ളത്. AWM ഫാസ്റ്റ് സ്നൈപ്പിംഗ് എന്ന് വെച്ചാൽ AWM ഫാസ്റ്റ് ആയിട്ട് സ്നൈപ്പ് വിത്ത് ഫയറിംഗ് എന്ന് പറയാം. AWM കൊണ്ട് ഞാൻ ഉദ്ദേശിച്ചത് മറ്റേ PC-ലാട്ടോ. ഞാൻ ഉദ്ദേശിച്ചത് PC-ലാണ്. അപ്പോൾ എന്തായാലും ഞാൻ ഫസ്റ്റ് ഇതിൻ്റെ ഒരു ഗെയിം പ്ലേ കാണിച്ചു തരാം. ഗെയിം സൗണ്ട് ഒരു ബഗ് അടിച്ചിട്ടുണ്ട്. ബഗ് പിന്നെ സ്ഥിരമുള്ളതിന് ഞാൻ ആ ബഗ് റെഡിയാക്കണം. വെയിറ്റ് ഈ ബഗ് ഇല്ല, ഇനി ഒഴിവാക്കണമെങ്കിൽ ക്ലോസ് എടുക്കുക. ഓക്കെ വെയിറ്റ് നമുക്ക് ആ ബഗ് എടുത്ത് തീർത്തേക്കാം. ഗൈസ് എല്ലാവരും ലൈക്ക് അടിക്കുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് കൂടിയൊക്കെ ചെയ്യുക. നമുക്ക് ഇപ്പോൾ നമ്മളെ ചാനലിൽ ഇപ്പോൾ നിൽക്കുന്നത് സബ്സ്ക്രൈബേഴ്സ് 124 തോന്നുന്നു. ഇവിടുന്ന് അവിടുന്ന് ഇതുവരെ അനങ്ങിയിട്ടില്ല. വോയിസ് നിങ്ങളെ അനക്കണം, അനക്കാൻ നിങ്ങളെ പ്രൗഡ് ഔട്ട് വേണം. എന്തായാലും നമ്മൾ ഇന്നൊരു AWM സ്നൈപ്പിംഗ് ആയിട്ട് എല്ലാവർക്കും AWM യൂസ് ചെയ്യാൻ ഇഷ്ടമായിരിക്കും. മൊബൈലിലും ഗൈസ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് GTKയിലും എൻ്റെ ട്വിൻസിനൊക്കെ അറിയിക്കും, എൻ്റെ NST ട്വിൻസിനൊക്കെ അറിയിക്കും. GTK NST NRZ ഒക്കെ അറിയിക്കും. ഓരോ ഹിന്ദി യൂട്യൂബേഴ്സ് ആണെങ്കിലും ഒരു AWM പ്ലേ ഭയങ്കര ഫാസ്റ്റ് സ്വിച്ചിങ് ആണ്. കാരണം എന്താ അറിയോ, അതൊന്ന് ഞാൻ വീഡിയോയിൽ പറയും. ഈ വീഡിയോ ഗൈസ് നമ്മളെ GTK ഓരോക്കെ കളത്തിനെ പൊട്ടിയിട്ടുണ്ട്. എന്തായാലും ഓരോ പാരോടും സ്നൈപ്പിങ്ങിന്റെ ആ കാര്യങ്ങളൊന്നും പറഞ്ഞില്ല. ഈ GTKന്റെ വീഡിയോ ആരോന്ന് അറിയാത്ത പോലെ എൻ്റെ സ്കോപ്പ് ആൻഡ് ഫയർ, ആ സ്കോപ്പിങ്ങിലും ഫയറിങ്ങിലും ഒരുമിച്ച് സെറ്റ് ചെയ്യുക. അപ്പോൾ കുറച്ച് ഫാസ്റ്റ് ആയിട്ട് വരുള്ളൂ. അപ്പോൾ ഇത്തിരി ഫാസ്റ്റ് ആവുള്ളൂ. GTK നല്ല ഫാസ്റ്റ് അല്ല, ഒരു ഒറ്റ സെക്കൻഡ് സ്വിച്ച് ആവും. ഗൈസ് അപ്പോൾ നമ്മൾ ഇന്ന് നമ്മളെ എനിമീസിനെ അടിക്കുമ്പോൾ ചോര എങ്ങനെ വരുന്നേന്നുള്ള അതും കൂടി ഞാൻ കാണിക്കും. അപ്പോൾ അതൊക്കെ ഞാൻ കാണിക്കുന്നതായിരിക്കും. ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ GTKയിലും ട്വിൻസിൻ്റെ അടി എങ്ങനെ ട്വിൻസിൻ്റെ സീം തന്നെയാണ്. അപ്പോൾ ഞാൻ ആരെങ്കിലും കാണിച്ചുതരാം. ഫസ്റ്റ് നമ്മൾ 2 AWM എടുക്കണം. എല്ലാവർക്കും അറിയാലോ. ഫസ്റ്റ് നമ്മൾ 2 AWM കയ്യിൽ വെക്കണം. നിങ്ങൾ ഇവിടെ ഗെയിം കൺട്രോൾസ് കണ്ടില്ലേ, ഇത് MSIയിലും ബ്ലൂ സ്റ്റാക്കിലും ചെയ്യുന്നവർക്കാണ് ഇതിലുള്ളത്. ബ്ലൂ സ്റ്റാക്കിലും MSIയിലും ചെയ്യുന്നവർക്കാണ് ഇതുള്ളത് PC-യിൽ. ഗൈസ് വേറെ മറ്റേ ഗെയിം ഗ്രൂപ്പ് നമ്മൾ വീഡിയോയിലൊന്നും നമ്മൾ കളിച്ചിട്ടില്ലേ. അപ്പോൾ എന്തായാലും ഫസ്റ്റ് നിങ്ങൾ ഗെയിം കൺട്രോൾസിൽ പോവുക. എന്നിട്ട് നിങ്ങൾ കൺട്രോൾസ് എഡിറ്റർ ഉണ്ടാവും, അത് നോക്കി കഴിഞ്ഞാൽ ഇങ്ങനത്തെ ഒരു ഇതിനുള്ളിൽ കയറും. നിങ്ങളുടെ കൺട്രോളൊക്കെ കാണാൻ പറ്റും. ഇവിടെ ഇൻ്റെ കൺട്രോൾ എല്ലാവർക്കും കാണാൻ പറ്റില്ലല്ലോ. ഞാൻ ഇപ്പോൾ ഒരു സംഭവം കാണിച്ചു തരാം. ഇത് കണ്ടില്ലേ, ഈ സാധനമാണ് ഈ സാധനം കണ്ടില്ലേ, സ്പിരിറ്റ് അല്ല, സ്ക്രിപ്റ്റ് ആണ് ഗൈസ് ഇതിന്റെ പേര്. ഈ സ്ക്രിപ്റ്റിന് സാധനം നിങ്ങൾ ഇവിടെ വെക്കണം. ഇതിലാണ് നമുക്ക് ഉള്ളത്. അപ്പൊ ഫസ്റ്റ് നിങ്ങളിതാ ഞാൻ സ്ക്രിപ്റ്റ് സാധനം സ്ക്രിപ്റ്റ് ആയിട്ട് ഇങ്ങോട്ട് വെച്ചു. എന്നിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിന് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ബട്ടൺ വെക്കാം, റൈറ്റ് ക്ലിക്ക് വെക്കാം. ഇപ്പൊ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കൺട്രോൾ എങ്ങനെയോ അതേപോലെ വെക്കാം. ഞാൻ റൈറ്റ് ക്ലിക്കാണ് വെക്കണേ. നിങ്ങൾ ഇത് കണ്ടില്ലേ, 2 സ്ലാഷും ഒരു പോലെ അതിലേക്ക് നിങ്ങൾ അങ്ങനത്തെ ഒരു ഇന്റർഫേസിലേക്ക് പോകും. നിങ്ങൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ ടാപ്പ് ഫസ്റ്റ് കൊടുക്കുക. ടാപ്പ് കൊടുത്തു കഴിഞ്ഞതിന് ശേഷം സ്വിച്ചിങ്ങിന് ഇടുക.
അല്ല ഫയറിംഗ് ഫസ്റ്റ് ഫയറിംഗ് ആണ് ഗൈസ്. ഫസ്റ്റ് എപ്പോഴും ഫയറിംഗ് ആണ്. ഓക്കെ ഞാൻ ഇവിടെ കാണിച്ചു തരാം ഗൈസ്. ഇനി ഇതാ നിങ്ങളിതാ ഞാൻ ടാപ്പ് അടിച്ചു കഴിഞ്ഞാല് പിന്നെ ഇതിന്റെ ബാക്കി ഇതാ ഞാൻ കാണിച്ചു തരാം. ഇവിടെ ഇതിന്റെ ഇതുണ്ടാവും. അവിടെ നിങ്ങൾ മൗസിൽ റൈറ്റ് ക്ലിക്ക് കൊടുക്കണം. റൈറ്റ് ക്ലിക്ക് ഫസ്റ്റ് ഇവിടെ നിങ്ങൾ നെക്കിയതിന് ശേഷം റൈറ്റ് ക്ലിക്ക് കൊടുക്കണം. അപ്പോൾ ഒരു 70 ഉണ്ടാവും. അപ്പോൾ 70 വരുമ്പോൾ എക്സ് 70 വരുമ്പോൾ 69 70 69 കൊടുക്കുക. നമുക്ക് ഇഷ്ടമുള്ള കൊടുക്കുക. ഇപ്പോൾ ഞാൻ 70 കൊടുത്തിട്ടുണ്ട്. ആൻഡ് നിങ്ങൾ സ്വിച്ചിങ്ങിലേക്ക് പോകണം. സ്വിച്ചിങ് അടുത്തതാണ്. സ്വിച്ചിങ് കൊടുക്കണം. സ്വിച്ചിങ് കൊടുത്തതിന് ശേഷം സ്കോപ്പിംഗ് ഫസ്റ്റ് നിങ്ങൾ ടാപ്പ് ആൻഡ് നിങ്ങൾ ഇവിടെ ഇത് കൊടുക്കുക. ആൻഡ് നിങ്ങൾ സ്വിച്ചിങ് ആൻഡ് നിങ്ങൾ സ്കോപ്പിംഗ്. അത് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ നേരെ അടിയിലേക്ക് വരിക. നിർത്തി ഇവിടെ വെച്ചോ. നേരെ രണ്ടു കൊടുക്കുക. അടിയിലെത്തും. എന്നിട്ട് നിങ്ങൾ ഒന്നുകൂടി ടാപ്പ് കൊടുക്കുക. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു നിങ്ങൾ ഫയർ ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ചിലപ്പോ ഒരു റീലോഡിങ് ചിലപ്പോ വരും, ഉറപ്പില്ല, ചിലപ്പോഴേ വരുള്ളൂ. അപ്പൊ നിങ്ങൾക്ക് വേണമെങ്കിൽ കൊടുക്കണ്ട. അപ്പൊ ഞാൻ ഇപ്പൊ ഈ ടാപ്പ് അവിടെ കൊടുക്കാൻ പോകുന്നത്. ഇവിടെ കൊടുക്കണമെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമല്ലെങ്കിൽ റീലോഡിങ് ആണെങ്കിൽ നിങ്ങൾക്ക് കൊടുക്കണ്ട. റീലോഡിങ് ചിലപ്പോൾ ഇന്ത്യയിൽ ഉണ്ടാവും, നിങ്ങൾ ചെയ്യണ്ട. ഞാൻ ഇവിടെ കൊണ്ടുപോയി ഒന്ന് കൊടുക്കുക. എന്നിട്ട് നിങ്ങൾ ഡൺ അങ്ങോട്ട് കൊടുക്കുക. എന്നിട്ട് സേവ് കൊടുത്ത് ഇതാണ് കണ്ടില്ലേ, ഇതാണ് ഇപ്പൊ ഞാൻ പറഞ്ഞു നിൽക്കുന്നത്. പക്ഷെ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടി ഞാൻ ഇപ്പൊ പുതിയ ഉണ്ടാക്കി. ആ പുതിയ പക്ഷെ ഞാൻ ഒഴിവാക്കില്ല. രണ്ടു തവണ നിന്നോട്ടെ. എന്തെങ്കിലും ആവുന്നില്ല. എന്നിട്ട് നിങ്ങൾ ട്രെയിനിങ് സ്റ്റാർട്ട് ചെയ്യാം. ട്രെയിനിങ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്നിട്ട് നിങ്ങൾ 2 AW എടുക്കുക. എന്നിട്ട് നിങ്ങൾ നേരത്തെ സെലക്ട് ചെയ്ത ബട്ടൺ ചെയ്യുക. ഞാൻ റൈറ്റ് ബട്ടൺ വെച്ച്. അപ്പൊ നിങ്ങൾ മൗസിൽ റൈറ്റ് ബട്ടൺ ഒന്നും ചെയ്യണ്ട. സ്വിച്ചിങ് ഒക്കെ തന്നാലേ ആയിക്കോളൂ. സ്വിച്ചിങ് നമ്മൾ റീലോഡിങ് ഒന്നും നമ്മൾ ചെയ്യില്ല. നമ്മള് ജസ്റ്റ് ഒന്ന് റൈറ്റ് മൗസിൽ റൈറ്റ് ബട്ടൺ മാത്രം ഒന്ന് നിൽക്കുക. വേറെ ഒന്നും നിൽക്കണ്ട. റൈറ്റ് ബട്ടൺ മാത്രം നിൽക്കിയാൽ മതി. നിങ്ങൾക്ക് ഫയർ പോകണ്ടോ? കണ്ടില്ലേ, ഫയർ പോകണില്ലേ? ഇനി ഇടി ചെയ്യാനായിട്ട് ഫയർ പോയില്ല. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്യാം. ഇതിപ്പോ കാലടി ഇതിപ്പോ ഞാൻ എനിക്ക് ലെഫ്റ്റ് ബട്ടൺ അവിടെ കൊടുക്കാൻ പറ്റില്ല. എന്താ എനിക്കറിയില്ല, ഇതുകൊണ്ടാണ് എനിക്ക് മനസ്സിലാവില്ല. അപ്പൊ ഇതെല്ലാം 100% ശരിയാണ്. ഇത് കുറെ ആൾക്കാർ ചെയ്തു, കുറെ ആൾക്കാർ ചെയ്തു. സീനാണ് ഫയറിംഗ് കണ്ടില്ലേ? ഞാൻ ഇവിടെ ഈ ജോയ്സ്റ്റിക്ക് നേരെ അങ്ങോട്ട് വന്നില്ലേ, അതാണ് പറഞ്ഞത്. ഇവിടെ നിങ്ങൾ ഈ സാധനം പിടിക്കുക. എന്നാലും
ഞാൻ നേരത്തെ ഉണ്ടാക്കിയ സാധനം തന്നെയാണ് നിങ്ങൾ ചെയ്യേണ്ടത്. പിന്നെ നിങ്ങൾക്ക് ഞാൻ ആ റീലോഡിങ്ങിന്റെ അവിടെ വെച്ചില്ല. ആ സാധനം ഞാൻ ഒഴിവാക്കിക്കൊണ്ട് വേണമെങ്കിൽ കാണിച്ചു തരാം. നേരെ ടാപ്പ് ഒക്കെ ഒഴിവാക്കട്ടോ. സേവ് കൊടുക്കുക. നോക്കാം. ഞാൻ റീലോഡിങ് കൊടുക്കാണെന്ന് വെച്ചോ. കുഴപ്പമൊന്നുമില്ല. കുറച്ചുകൂടി ഫാസ്റ്റ് ആവുന്നു. നമുക്കൊന്നും കാണാൻ കഴിയില്ല. സ്വിച്ചിങ് ഒന്നും കാണാൻ കഴിയില്ല. അമ്മമാര് പാസ് ചെയ്തു. ഞാൻ ടാപ്പ് ഞാൻ കാണിച്ചു തരാം. ഈ ബാറ്ററി തോക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മാറുന്നില്ല. വേറെ എന്തെങ്കിലും കാണും. അത് നിങ്ങൾ ഈ ഫയർ കഴിഞ്ഞൊക്കെ കാണില്ലേ? ആ തോക്കിനെ മാറിയില്ല. അവിടെ നിന്നിട്ട് ഈ ട്രിക്ക് ഇത്രേ ഉള്ളൂ. ഞാൻ നേരത്തെ ഫസ്റ്റ് പറഞ്ഞ ബ്ലഡിന്റെ കാര്യം കുറച്ച് ഡിഫിക്കൽട്ട് ആണ്. സത്യം പറഞ്ഞ പ്ലേ സ്റ്റോറിൽ ഒരു ചാനലൊക്കെ കയറ്റണം. ഇത് മൊബൈൽ പ്ലേയേഴ്സിനാണ് ചെയ്യാ. ഇപ്പോ ഞാനത് സൈഡിലേ. അതുകൊണ്ട് ഇത് ഈ റെഡ് ഡോട്ട് വരുന്നത് നമ്മളെ എനിമിനെ അടിക്കുമ്പോൾ റെഡ് കളർ ബ്ലഡ് വരുന്നത് നമുക്ക് മൊബൈൽ പ്ലേയേഴ്സിന് ചെയ്യാൻ പറ്റും, കമ്പ്യൂട്ടർ പ്ലേയേഴ്സിന് ചെയ്യാൻ പറ്റും. പക്ഷെ ഞാനിപ്പോൾ ഈ കാണിച്ച സ്നൈപ്പിങ് മൊബൈൽ പ്ലേയേഴ്സിന് ചെയ്യാൻ പറ്റും. അതിൻ്റെ ഞാൻ മൗസിലല്ല ഹാൻഡ് ക്യാം കൊണ്ട് ഉള്ള വീഡിയോ ഞാൻ ഇടും. ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ VPN നിങ്ങൾ കയറ്റണം. പേരെന്താ വെച്ചാൽ ഗെയിം കാർഡ് VPN എന്നാണ് അതിൻ്റെ പേര്. ഈ സാധനം ഈ സാധനമാണ് നിങ്ങൾ കേട്ടിട്ടുള്ളത്. ഇതാണ് ജസ്റ്റ് നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യാം. ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ ഇതിനുള്ള കാണിച്ചു തരാം. ഫസ്റ്റ് നിങ്ങൾ ഇൻമാച്ചിന് പോവുക. ഞാൻ ഇൻഫോർമേഷനിൽ പോയി കഴിഞ്ഞാൽ വിഷ്വൽ എന്ന് ഇവിടെ കാണും. ഇവിടെ നിങ്ങൾക്ക് ഒന്നും കാണില്ലല്ലോ. ഇവിടെ ഡാർക്ക് റെഡ് ക്ലാസിക് ഡാർക്കും ക്ലാസിക്കും നോബ്ലഡും ഉണ്ട്. ഇവിടെ തന്നെ കാണിക്കണില്ലല്ലോ. നിങ്ങൾക്ക് ഈ വിഷ്വല് കാണിക്കണില്ലല്ലോ. അതാണ് പറഞ്ഞത്. അപ്പോൾ നിങ്ങൾക്ക് ആ VPN ഉണ്ടെങ്കിൽ സംഭവം തെറ്റാകുള്ളൂ. വെബ് ഗാർഡ് എടുക്കുക. നേരെ ആയിട്ട് കണ്ടിന്യൂ കൊടുക്കുക. നിങ്ങൾ ഇതിങ്ങനെ ലോഡായി കൊടുക്കും. ലോഡിങ് കഴിഞ്ഞാൽ അങ്ങനെ സംഭവം വരും. ഇത് ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്യുക. ഓക്കെ കൊടുക്കുക. Hey you, what's inside this chest? Is it treasure? നോക്കാം. ഇതുവരെ വന്നിട്ടില്ല. ഇതിലൊന്നുകൂടി കയറുക. എന്തോ ബഗ് അടിച്ചിട്ടാ. ഇതാണ് നിങ്ങൾ ഒക്കെ ക്ലോസ് ചെയ്തിട്ട്
ഈ സാധനം പിടിക്കുക, ഒന്നുകൂടി ഹോം കൊടുക്കുക. പ്ലേ സ്റ്റോറിൽ പോവുക. നേരത്തെ ചെയ്ത പോലെ തന്നെ ഗൈസ് ഇത് ഡിസ്കണക്റ്റ് ആയി. അതാണ് പ്രശ്നം ഗൈസ്. കണക്റ്റഡ് കാണിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നേരെ ഫ്രീ ഫയറിൽ കയറുക. ഇനി കാണിച്ചു തരാം ഗൈസ്. നിങ്ങൾ ഫ്രീ ഫയറിൽ കയറുക. നിങ്ങൾ നേരത്തെ കാണിച്ച പോലെ സെറ്റിംഗ്സിൽ പോവുക, ഇൻമാക്സിൽ പോവുക, ഇൻഫോർമേഷനിൽ പോയി ചെയ്യുക. ഒന്നുമില്ല, കാരണം എന്താ അറിയില്ല ഗൈസ്. ഇതിന്റെ മൊബൈൽ വെർഷൻ ഞാൻ കാണിക്കുന്നുണ്ട്, പ്ലേയിൽ കളി ഗൈസ്. ഇതന്നെ വർക്കാവോ എനിക്കറിയില്ല. ഇത് വർക്കൗട്ട് ആവാൻ ചാൻസ് കുറവാണ് ഗൈസ്. ഇതൊക്കെ കണ്ടോ, ഈ അപ്ഡേറ്റ് കോൺഫിഗ് എന്ന് പറയുന്നത് എന്തോ ഒരു ബഗ് ഉണ്ട്. ഈ ബഗ് റെഡിയാക്കിയില്ലെങ്കിൽ പ്ലേ സ്റ്റോറിൽ പോവാം, എന്നിട്ട് നമുക്ക് ഒന്നുകൂടി അൺഇൻസ്റ്റാൾ ചെയ്ത് ഒന്നുകൂടി റെഡിയാക്കി വെക്കാം. സെറ്റാക്കാൻ നോക്കാം. നമുക്ക് ഇതൊന്നുകൂടി അൺഇൻസ്റ്റാൾ ചെയ്തിട്ട് ഒന്നുകൂടി ഡൗൺലോഡ് ചെയ്യാം. ഇതിപ്പോൾ ഞാൻ കയറ്റി വെച്ചിട്ടുണ്ടായില്ലേ. ഈ ഫോണാണ് എനിക്കത്, ഗൂഗിൾ പിക്സൽ 5. ഈ ഫോണാണ് ഞങ്ങൾ കളിക്കല്. ഡിലീറ്റ് ആക്കിയിട്ട് ഒന്നുകൂടി കയറ്റിയിട്ടുണ്ട്. ഡിലീറ്റ് ആക്കിയിട്ട് ഒന്നുകൂടി കയറ്റി. എന്താവും എന്നറിയില്ല. ഇത് വർക്കൗട്ട് ആവുന്ന ഒരു ഉറപ്പില്ല. ഞാൻ PC-യിൽ ഇപ്പം ചെയ്യണുള്ളൂ, മൊബൈലിൽ ഞാൻ ചെയ്ത് നോക്കി, അത് വർക്കൗട്ടായി. ഇതിൽ വർക്കൗട്ടാവോ നോക്കാൻ വേണ്ടിയാണ് കയറിയത്. ഇനിയിപ്പോൾ എന്താവും അറിയില്ല. ലോഡിങ് അത്ര ലോഡിങ് ഇത്തിരി നേരം കൂടിയാ നേരത്തെ എമുലേറ്ററിൽ ഫുള്ള് ബഗ്ഗായി. നാളെ മുതൽ എമുലേറ്റർ മാറ്റണം. എനിക്ക് ഈ എമുലേറ്റർ ഭയങ്കര ഷോക്കാണ്. പക്ഷെ ഗെയിം കളിക്കണമെങ്കിൽ ചോദിച്ചു ബഗ് അങ്ങനത്തെ പരിപാടിയൊന്നുമില്ല. പിന്നെ ഈ സാധനം എന്തെങ്കിലും കയറ്റി കഴിഞ്ഞാൽ അത് ഓപ്പൺ ആവാനുള്ളൊരു സമയം, അതാണ് എനിക്ക് തീരെ പിടിക്കാത്തത്. ഇങ്ങനെ കാണിക്കും, കണക്റ്റഡ് കാണിക്കും, എന്നിട്ട് കുറച്ച് നേരം വെയിറ്റ് ചെയ്യാം. നമുക്ക് ഹോമിലേക്ക് പോവാം, ഒന്നുകൂടി ഓപ്പൺ ആക്കാം. ഗൈസ് ഇവിടെ എന്താ നടക്കണേ? നമ്മള് ഈ സാധനം ക്ലോസ് ചെയ്യൂലേ, ഈ സാധനം നമ്മള് ഹോമിലേക്ക് പോകുമ്പോൾ എന്തായാലും ഹോമിലേക്ക് പോകുമ്പോൾ ഇത് മൊത്തത്തിൽ ക്ലോസ് ആവുകയാണ്. എന്നിട്ട് ഒന്നുകൂടി നമ്മൾ ഓപ്പൺ ആകുമ്പോൾ ഇങ്ങനെ ഫുള്ളായിട്ട് ഓപ്പൺ ആയി വരുന്ന പോലെയല്ലേ. അപ്പോൾ സത്യം നമ്മൾ മനസ്സിലാക്കണം. ആദ്യം ക്ലോസ് ചെയ്യാം, ഓപ്പൺ ആക്കാം. ഇനി ഓപ്പൺ ആയിട്ട് കാര്യമില്ല. ആർക്കാണെങ്കിൽ ഇത് ഹോം കൊടുത്തിട്ട് കാര്യമില്ല. ഡിസ്കണക്റ്റഡ് കാണിക്കും, നമ്മൾ കണക്റ്റഡ് കൊടുക്കും. പക്ഷെ കണക്റ്റഡ് ആയതിൻ്റെ ശേഷം ഇത് ക്ലോസ് ചെയ്ത് വെച്ചോ, ഹോം കൊടുക്കാനല്ലാതെ വേറെ വഴിയില്ല. ഞാനില്ലേ ഈ ബട്ടൺ ഒന്ന് കൊടുത്തോട്ടെ, എന്താവും അറിയില്ല ഗൈസ്. നമുക്ക് ട്രൈ ഔട്ട് ചെയ്ത് നോക്കാം. ഈ ബട്ടൺ കൊടുത്ത് റെഡി ആയി കഴിഞ്ഞാൽ ആവുമോ? നോ വേ ഗൈസ്. ഒന്നുകൂടി റീസ്റ്റാർട്ട് ആവുകയാണ് ചെയ്യുന്നത് ഗൈസ്. അല്ല വെയിറ്റ് ഗൈസ്, ഇത് വർക്കാവും ഗൈസ്. ഇത് പിന്നെ കണക്റ്റഡ് തന്നെ കാണിച്ചു, ഡിസ്കണക്റ്റഡ് കാണിച്ചില്ല. അപ്പോൾ കുഴപ്പമില്ല ഗൈസ്. നമുക്കൊന്ന് കയറിയാൽ പെട്ടെന്ന് ഡിസ്കണക്റ്റ് ആവലേ നോക്കാം ഗൈസ്. എന്തായാലും അതൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും ഗൈസ്. ഇത് കിട്ടും കിട്ടിയില്ലാന്നാണ് എൻ്റെ മനസ്സ് പറയണം, പക്ഷെ ഞാൻ കിട്ടുന്നതാണ് പറയുന്നത്. ഇതിൽ രണ്ടിലും ഏതാ കിട്ടുന്ന അറിയില്ല ഗൈസ്. പോയേക്കാം ഗൈസ്. കണ്ടോ വരുന്നില്ല ഗൈസ്. ഇത് PC-യിൽ ലോഞ്ച് ചെയ്യാൻ പറ്റൂല, പകരം മൊബൈലിൽ ലോഞ്ച് ചെയ്യാം ഗൈസ്.
നമ്മള് ഇതെന്താ നേരത്തെ കയറിയപ്പോഴും കണക്റ്റഡ്, ഇപ്പൊ കണക്റ്റഡ് തന്നെയാണ്. നമുക്കില്ല, ഒന്നുകൂടി ഓപ്പൺ ആക്കി വെക്കാം. എന്തായാലും ഇനിയിപ്പോ ഈ കാർഡ് ഇപ്പൊ വർക്കായില്ലെങ്കിൽ ഇനിയിപ്പോ നാളെ നമ്മൾ പാർട്ട് 2 ഇടുന്നുണ്ട്. അപ്പൊ അതില് കിട്ടി പൊട്ടി, വേറെ വഴിയില്ല ഗൈസ്. എന്തായാലും ഈ വീഡിയോ സ്നൈപ്പിംഗ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ നാളെ വരും പാർട്ട് 2. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.